നമ്മുടെയിലാണെങ്കിൽ ജനറൽ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. ടി ഓടിച്ചിട്ട് ഇവിടെ കണ്ട 5 രൂപയ്ക്ക് ഫ്രണ്ടിൽ പോകാൻ പറഞ്ഞു. അപ്പൊ അയാളിങ്ങനെ ഓരോരുത്തരെ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ പയ്യെ മൊബൈൽ പോകണം. എടുത്തിന്റെ ടിക്കറ്റ് ഇല്ല, അവന്റെ ടിക്കറ്റ് ഇല്ല. കുറെ പേര് കിടന്ന് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ ആകെ 3 സ്റ്റോപ്പ് ഉള്ളൂ. ഫസ്റ്റ് സ്റ്റോപ്പ് നമ്മൾ കയറിയ സ്റ്റോപ്പ്, സെക്കൻഡ് സ്റ്റോപ്പിൽ ഇറങ്ങും, 2ാമത്തെ സ്റ്റോപ്പ് 3ാം സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങും. ഇപ്പൊ സെക്കൻഡ് സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. കാണാനില്ലടാ, അവിടെ കുറെ പേരെ കിടന്ന് ഇറങ്ങുന്നുണ്ട്. ഇവിടെ കിടന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മള് വെളുപ്പിന് 12:15 കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. കോട്ട ജംഗ്ഷൻ അത് രാജസ്ഥാൻ. ഇത് രാജസ്ഥാൻ മധ്യപ്രദേശ് ബോർഡറിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പൊ കിങ് ഓഫ് കോട്ട നമ്മുടെ കൂടെയുണ്ട്. കിങ് ഓഫ് കോട്ട ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ്സൊന്നും ഇല്ല. ഇപ്പൊ കൂടുതൽ രാജ്പേട്ട എന്ന സ്ഥലത്തേക്ക് പോകണം. എത്ര കിലോമീറ്റർ ഉണ്ട് രാജ്പേട്ടയ്ക്ക്? 50 കിലോമീറ്റർ ഉണ്ട് രാജ്പേട്ടയ്ക്ക് ഉള്ളത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഇവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങാം. കുറെ പേര് കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ കിടന്നുറങ്ങാൻ ഐസായിട്ട് രാവിലെ ബസ് വരുമ്പോ ഇറങ്ങിവിടാം. അങ്ങനെ നട്ടപ്പാതിരാക്കി നമ്മൾ ലസ്സി കുടിക്കാൻ വന്നേക്കണേ ഗൈസ്. തുറന്നോ? ലസ്സി കോട്ട സ്പെഷ്യൽ ലസ്സി കുടിച്ചടാ. ഇവിടത്തെ കുറെ പേര് കിടന്നുറങ്ങുന്ന കേട്ടാ. ഇവരൊക്കെ ട്രെയിനിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ അല്ലെങ്കിൽ വെറുതെ വന്ന് കിടന്നുറങ്ങുന്നവരാണോ? ഇവിടെ ഇതൊരു ഒറ്റ സൈഡ്. ഇനി ഇതിന്റെ അപ്പുറം വേറെ സൈഡൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഇഷ്ടംമാരെ കിടന്നുറങ്ങാനുണ്ട്. ഞാൻ ആദ്യൊരു വെയിറ്റ് റൂം കൊണ്ടായിരുന്നു കുറെ പേര് കിടന്നുറങ്ങുന്നത്. അപ്പൊ അവിടെ പോയി കിടക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ തിരിച്ചു നടന്നപ്പോ സാധനം കാണാനില്ല. ഇപ്പൊ സമയം 1:45. അപ്പൊ എന്തായാലും നാളെ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് പോവുക, അല്ലെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ എണീറ്റ് പോവുക. ബസ് അനുസരിച്ച് പോകാന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ എന്തായാലും കുറച്ച് നേരം കിടന്നുറങ്ങാം. അവിടെ ഒരുത്തൻ കിടന്നതേ ഉറങ്ങണം. അപ്പൊ ഗുഡ് നൈറ്റ്. ഇന്നലെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കിടന്നുറങ്ങിയത്. രാവിലെ എണീറ്റപ്പോ 2 ഫോണും ഒരു പേഴ്സും കാണാനില്ല. എന്ത് ചെയ്യണം? ഞാൻ പോയി കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത ഫിയാറൊക്കെ എഴുതി. പക്ഷെ പോയി കിട്ടാൻ പോണില്ല. ക്യാമറ ഉണ്ടോ? അതേപോലെ സ്റ്റേഷനിൽ കുറച്ച് ക്യാമറകളുണ്ട്. അപ്പൊ അതിന്റെ കൺട്രോൾ റൂം അവിടെ എടുത്ത. അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചു ഇതിന്റെ വിഷ്വൽ എല്ലാം ഉണ്ടാവും നോക്കിയപ്പോ അങ്ങനെ കിടന്നതിന്റെ കുറച്ച് മുന്നിട്ടുള്ള ഒരു വിഷ്വൽ മാത്രമേ ഉള്ളൂ. അതിൽ വേറെ വിഷ്വലുകളൊന്നുമില്ല. ഭാഗ്യത്തിന് ഞങ്ങൾ കിടന്നതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായി. ആ ഹോട്ടലിൽ CCTV പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. പോലീസുകാർക്ക് ഭയങ്കര ലാഗ്. അവർക്കൊന്നും ഒരു ഉത്സാഹവും ഇല്ല. പോയി സംഭവം ശരിയാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് നോക്കേണ്ടത്. പോലീസിന്റെ അടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം അവർക്ക് ഇതേപോലെ ഒരുപാട് കേസ് വരുന്നുണ്ട്. അവരിത് വെറുതെ ഒരു ഫയൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നില്ലാതെ കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് ആ വീഡിയോ എവിഡൻസ് ആണ്. അതിനെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവൻ്റെ ഫോണിലേക്ക് ട്രൈ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ 2 ഫോൺ ഉണ്ടായിരുന്നു ആദർശിൻ്റെ കയ്യിൽ. അതിൽ ഫസ്റ്റ് ഫോണിൽ വിളിച്ചിട്ട് നോ റെസ്പോൺസ്, അതായത് കോള് കണക്റ്റ് ആവുന്നില്ല. 2ാമത്തെ ഫോണിൽ വിളിച്ചപ്പോൾ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം റിങ് ചെയ്തിട്ട് എടുക്കണില്ല. അവസാനം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും റിങ് ചെയ്തപ്പോൾ അവൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞ് 4ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പറഞ്ഞു. ഒരു 10-20 സെക്കൻഡ് വരെ ഉണ്ടാവില്ല മാക്സിമം കോൾ ഡ്യൂറേഷൻ. അങ്ങനെ ഞങ്ങൾ നേരെ ഓടി പ്ലാറ്റ്ഫോം നമ്പർ 4 പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അത് കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. ഒരു നേരത്തെ ഒരു അശ്രദ്ധ. മര്യാദ ആ ചെറിയ ബാഗ് വലിയ ബാഗിന്റെ അകത്ത് വെച്ച് ഉറങ്ങിയായിരുന്നു. ഈ പ്രശ്നം ഉണ്ടാവൂലായിരുന്നു. ഇതാണ് ഈ നാട്ടിലെ നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പിഴച്ച നാട്ടിലെ പ്രശ്നമാണ്. കള്ളന്മാരാണ് നിറച്ച്. ഒന്നും ഒരു സാധനം സൂക്ഷിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. പക്ഷെ രാജസ്ഥാനിൽ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്തായാലും മൈരിനെ നമുക്ക് പൊക്കാം. അവനാ ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടാവും ഹോട്ടലിൽ. അത് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. 10 മണിക്ക് അവിടുത്തെ മാനേജർ ആയിട്ടുള്ളൂ. ആ വീഡിയോ നോക്കി അവൻ്റെ മോന്ന് കണ്ടിട്ട് വേണം എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമെങ്കിൽ പൊക്കാനായിട്ട്. സമയം 9 മണിയായിട്ടുള്ളൂ. ഒരു സ്റ്റാഫ് പറഞ്ഞത് 12 മണിയാകുമ്പോൾ വരുമെന്നാ. വേറൊരുത്തൻ പറയുന്നത് 10 മണിയാകുമ്പോൾ വരുമെന്നാ. എനിക്ക് തോന്നുന്നത് 10 മണിയാകുമ്പോൾ വരുമെന്നാ. നമ്മളിവിടെ വീണ്ടും കാത്തിരിക്കണം.
മയില് എൻ്റെ ട്രൈപ്പോഡ് അടിച്ചിട്ടുണ്ടായി. ട്രൈപ്പോഡ് പോയി, 2 ഫോണ് പോയി, പേഴ്സ് പോയി, പേഴ്സിൻ്റെ അകത്ത് ഫുൾ ID കാർഡ് എല്ലാം പോയി. ഇതെങ്ങനെ ഉറങ്ങുന്നത്? 10 മണിയായിട്ട് ഇനി അടുത്ത ഇതെന്ത് ചെയ്യണമെന്ന് ആലോചിക്കണം. നമ്മള് ഈ ക്യാമറ ഉദ്ദേശിക്കുന്നത്, ഈ ക്യാമറ ധാരാളം വരെ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ കിടന്നത്. പക്ഷേ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ക്യാമറ ആക്കാണത്, അത് ഏതോ കാട്ടിലേക്കൊക്കെ തിരിച്ചേക്കാൻ. ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിൽ ഇട്ടാം. കാരണം നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നു. ഫുഡ് കഴിച്ച് വന്നിട്ട് ഇതാ കാണുന്ന കട ഉണ്ടോ, നീലം ഫുഡ് സെൻ്റർ. അതിൻ്റെ ഫ്രണ്ടിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കിടന്നുറങ്ങിയത്. അതിൻ്റെ ക്യാമറയിൽ വ്യക്തമായിട്ട് കിട്ടും നമ്മൾ കിടന്നുറങ്ങിയത്, നമ്മുടെ നാറിൽ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിലും. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഹോട്ടലുകാരോട് ചോദിച്ചിട്ട് അവന്മാർ സമ്മതിക്കണില്ല. അവന്മാർ ആദ്യം പറഞ്ഞത് 10 മണിയാകുമ്പോൾ എൻ്റെ മാനേജർ വരുന്നത്, പുള്ളിക്കാരോടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 12 മണിയായി, പിന്നെ 2 മണിയായി. ഇപ്പം നമ്മൾ വന്നപ്പോൾ മാനേജർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയണത് കൗണ്ടർ വരെ ഉള്ളത് കിട്ടുള്ളൂ, നിങ്ങൾ കിടന്നതെന്ന് കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ TV കണ്ടപ്പോൾ അത് ഫുള്ളുണ്ടായിരുന്നു, ഒന്ന് കാണിച്ചിരുന്നു വെച്ചിട്ട് അയാൾ റൂമിൽ കൊണ്ട് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ ഫുള്ളുണ്ട്. അപ്പോൾ അയാൾ ഇപ്പം നോക്കാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് പറ്റില്ല, ഇത്തിരി തിരക്കിലാണ്, അരമണിക്കൂർ വേണ്ടി വരാനായിട്ട്. നമ്മളിത് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് അയാളെ തിരക്കഴിയാനായിട്ട്. ये भाई, ये थोड़ा पीछे आएगा भैया। लेडीज लग रही है कितने आ रहा था निकाल के यार 240 में चला गया। आप बैठेंगे 240 में होगी। मैं तो सुबह उसने फोन किया, लेकिन एक आदमी फोन लगाया, लेकिन ये निकाल ले, कोई नहीं देख रहा। लेकिन वो माता जो वो देखो वो बिल्कुल नहीं है, वो पुलिस जा रहा हाँ हमने बोला हुआ पुलिस चला गया उसको बैग उसका हाँ ये लगा हुआ क्या भैया? ये लगा है कि ये उसी का बैग है, ये उसके साथ है। ये देखो ये तो पकड़ेगा भैया, उसका सामने वाला कैमरा तो उस टाइम में चेक करेंगे तो वो आने जाने वाले जाने तो इतनी आसानी से रोड रही है, बताओ उसी का वो जैसे है कितने आराम से रोड आराम से करेंगे तो देखो ब्लाउज में डाल रही है, इतना शक थोड़ी देर जताना 3 मिनट हो गया यार, 3 मिनट में आपको पता नहीं लग रहा, बताओ यार ये तो आपकी भी लापरवाही है ना। हमारे भी देखो कैसे ब्लाउज में डाल रही है, वो पागल नहीं है, बहुत साथी रहा वही तो कह रहा हूँ। इतना कितना बड़ा ब्लाउज है इसका यार, सारा डाल दो। वो वहाँ पर कोई उड़ा गया, इसलिए वो भाग गए। हाँ वो उड़ गया था। ठीक है भैया। ഗൈസ് കിട്ടിയോളോ നമ്മുടെ ഫോൺ അടിച്ചിട്ടുണ്ടായത് നമ്മൾ വിചാരിച്ച പോലെ ആണായിരുന്നില്ല, ഒരു പെണ്ണായിരുന്നു. അവളെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോ നേരെ ഇവിടെ CCTV സെൻട്രൽ റെയിൽവേല അവിടെ പോയിട്ട് അവരോട് പറയാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ ഏകദേശം ഒരു 2:45 നമ്മുടെ 2:40 41 നമ്മുടെ അടുത്ത് വന്ന് 43 ഫോൺ അടിച്ചിട്ട് പോയി. 2 മിനിറ്റിൽ ഇവിടെ ചുറ്റുപറ്റുള്ള ക്യാമറ നോക്കിയാലുള്ള മുഖം കിട്ടും പിടിക്കപ്പാ.
ഈ കാണുന്ന പെണ്ണായിരുന്നു ഫോണൊക്കെ അടിച്ചിട്ടുണ്ട് ചെയ്ത്. ഇവിടെ അവിടെ ഭിക്ഷാടനം ചെയ്യുന്ന രീതിയിൽ ആൾക്കാരിൽ നിന്ന് പൈസയൊക്കെ വാങ്ങണമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ നടക്കണതിൽ ഉറങ്ങുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരെ നൈസായിട്ട് പോയിട്ട് അവരുടെ പേഴ്സ് സാധനങ്ങളൊക്കെ അടിച്ച് മാറ്റാന്നായിരുന്നു പരിപാടി. ഞങ്ങളവിടെ റെയിൽവേ പോലീസിൻ്റെ ക്യാമറയിൽ ചെന്ന് നോക്കിയപ്പോൾ ഈ പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതന്നെയെന്ന് മനസ്സിലായി. അങ്ങനെ അവിടുത്തെ ഒരു മേഡുണ്ടായി. മേഡാണ് ഞങ്ങൾക്ക് ഈ വിഷ്വലൊക്കെ കാണിച്ചു തന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരത്തിനിടയിൽ ഈ മേഡം വെറുതെ ഒന്ന് ലൈവ് ഇട്ട് നോക്കിയപ്പോൾ ഇതേ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു പെണ്ണ് വേറൊരു ക്യാമറയിൽ തന്നെയാണ്. അപ്പം തന്നെ മേഡം പറഞ്ഞാൽ ഇത് അവൾ തന്നെയാണ്, വേഗം ഓടിപ്പോയി പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ പ്ലാറ്റ്ഫോം വഴി ചാടി ചെന്ന് അവിടുത്തെ പോലീസുകാരോട് പറഞ്ഞ് ഞങ്ങൾ ഈ പെണ്ണിനെ പിടിച്ച്. ഈ പെണ്ണാണെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടായി. പിന്നെ മാത്രമല്ല എൻ്റെ ബാഗിൽ ഞാൻ ഇട്ടിരുന്ന വാച്ച് ഈ പെണ്ണിൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. ഫോണും പേഴ്സൊക്കെ അവിടെ നിന്ന് വെച്ചിട്ട് സമ്മതിക്കണില്ല, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് ഞങ്ങൾ പിടിച്ച് റെയിൽവേ പോലീസിൻ്റെ അവിടെ കൊണ്ടുവന്നു പോലീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇപ്പം നേരത്തെ പെറ്റീഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഈ പെണ്ണിനെ സെല്ലിൽ കയറ്റി എന്തൊക്കെയോ ചെയ്തെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ സമ്മതിക്കണില്ല. ഈ മദ്യം അടിച്ച് അതിൻ്റെ ഒരു ലഹരിയിലായതൊന്നും സമ്മതിക്കണില്ല. പോലീസുകാരാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്ത് ചെയ്യാനാണ്, നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ നമുക്ക് ജയിലിലാക്കാം, 14 ദിവസം റിമാൻഡ് ചെയ്യാമെന്നും പറഞ്ഞ് ഞങ്ങളെ വിടാൻ നോക്കണം. ഞങ്ങൾക്കാണെങ്കിൽ വേറെ ഓപ്ഷനില്ല, ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും ഇല്ല, താനും അറിയാത്തൊരു നാടുമാണ്. പക്ഷെ കറക്റ്റ് ഈ പെണ്ണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി. ആ മേഡത്തിനോട് സംസാരിച്ച് ആ CCTVയിൽ കറക്റ്റ് ഇപ്പോഴത്തെ ലൈവ് എടുത്തപ്പോൾ ഇതേ പെണ്ണ് വേറെ സൈഡിൽ നിന്ന് തണ്ടണം. അങ്ങനെ കറക്റ്റായിട്ട് ദൈവം ഞങ്ങൾക്ക് കാണിച്ച് തന്നു. അങ്ങനെ പോയി പിടിക്കാൻ പറ്റി ഇവിടെ. അത് കഴിഞ്ഞ് പിന്നെ കുറേ വിഷ്വൽസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പോലീസുകാരൊക്കെ നിൽക്കണോണ്ട്. അങ്ങനെ അവസാനം ഞാൻ അവരുടെ സ്റ്റേഷനിൽ ഇപ്പോഴും ഈ പെണ്ണ് മദ്യത്തിൻ്റെ ലഹരിയിൽ ഇങ്ങനെ പറ്റായി നിൽക്കുകയാണ്. അവസാനം FIR ഒക്കെ എഴുതി ഈ പെണ്ണിനെ റിമാൻഡ് ചെയ്യണമെന്നും പറഞ്ഞ് ഞങ്ങളോട് പോയിക്കുമെന്ന് പറഞ്ഞ്. യഥാർത്ഥത്തിലൊരു നാടകീയ മുഹൂർത്തങ്ങളൊക്കെ ആയിരുന്നു. ഫോൺ പോകുന്നു, ക്യാമറയിൽ കിട്ടുന്നില്ല, വേറെ ക്യാമറ തപ്പിപ്പിടിച്ച് ആ വിഷ്വൽ വെച്ചിട്ട് യഥാർത്ഥ ക്യാമറയിൽ പോയി നോക്കുന്നു, അയാളെ കണ്ടുപിടിക്കുന്നു, അയാൾ അതേസമയം വേറെ സ്ഥലത്ത് തിണ്ടുന്നു, അയാളെ പോയി പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നു. എല്ലാം ചെയ്തു, പ്രതികളടക്കം പിടിച്ചു കൊടുത്ത്. എന്നിട്ടും നമുക്ക് നീതി ലഭിച്ചില്ല. പക്ഷെ ഇതും യാത്രയിലെ ഓരോ അനുഭവങ്ങളാണ്. ഇതെല്ലാം ഉൾക്കൊണ്ട് നമ്മൾ ഇനി യാത്ര തുടരും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ ബൈ.